അടുക്കളപ്പൂവിൻ്റെ കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ വെച്ചിട്ടൊരു തീയലാണ്. ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു തേങ്ങ ചിരകിയതിട്ട് 1 സ്പൂൺ കുരുമുളകും 3 വറ്റൽമുളകും 2 അല്ലി വെളുത്തുള്ളിയും 3 ചെറിയ ഉള്ളിയും ചേർത്ത് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ പാത്രത്തിനടിയിൽ പിടിച്ച് കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ റോസ്റ്റായിട്ട് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കുരുമുളകും ഓൾറെഡി ചേർത്തിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം മുളക് പൊടി ചേർത്താൽ മതി. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. തേങ്ങ വറുത്തെടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് 1 സ്പൂൺ പെരുംജീരകവും 1/2 സ്പൂൺ ജീരകവും ചേർത്ത് ചൂടാവുമ്പോൾ ഉണക്കമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ 15 വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ചെറിയ ക്യൂബായിട്ടരിഞ്ഞ 1.5 കപ്പ് കുമ്പളങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് ചെറിയ തീയിൽ അങ്ങനെ കിടന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നെല്ലിക്ക വലിപ്പത്തിന് പുളി നമുക്ക് പിഴിഞ്ഞ് റെഡിയാക്കി വെക്കാം. ചെറിയ ബ്രൗൺ നിറത്തിൽ വെന്ത് വന്നിട്ടുള്ള കുമ്പളങ്ങയിലേക്ക് വെച്ചിരിക്കുന്ന തേങ്ങാ പേസ്റ്റും പുളിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് നല്ല തിള വരുന്നത് വരെ വേവിക്കാം. കുറുകിയ ചാറോട് കൂടിയ വറുത്തരച്ച കുമ്പളങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.